ഹായ്. അപ്പോ മുത്തൂസിന്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മള് കൊറേ ആയി ഓരോരുത്തർ പറയുന്നു ഫുൾ വീഡിയോ എന്താ ചെയ്യാത്തെന്നൊക്കെ ചോദിക്കേണ്ട ആളുകള്. നമ്മളിങ്ങനെ ചോദ്യങ്ങളല്ലേ, അപ്പൊ പിന്നെ ആ ലെവലിൽ അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചേന്നു. അപ്പൊ പിന്നെ ചോദ്യം നമ്മളെ ചോദിച്ചിട്ട് നമ്മളെ ഉത്തരം പറയണ ഒരു ബുദ്ധിമുട്ട് പലവർക്കും ഏർപ്പെടേണ്ട മുത്തൂസേ. ഇന്നിപ്പോ 2-3 ആൾക്കാർ ചോദിച്ചിരുന്നു, നിങ്ങളുടെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ ഉത്തരം പറഞ്ഞ് ഞങ്ങൾക്ക് അവസരം കാട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താന്ന് വെച്ചാല് നമ്മള് പലപ്പോഴും നമ്മള് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്ന് വെച്ചാല് നമ്മൾ ചോദിച്ചിട്ട് മറ്റേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അതിന് പൊതുവെ വ്യൂവേഴ്സും കുറവാണ്. അതേപോലെ തന്നെ ആളുകൾക്ക് ഉത്തരം അറിയാത്തോണ്ട് തന്നെ കമന്റ് അടിക്കണില്ല ആരും. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മളോട് കമന്റ് ഓഫ് ആക്കി ഇടലൊന്നുമില്ല. അപ്പൊ ഒരാള് ചരിത്രം പറഞ്ഞ നമ്മളെ പിൻ ചെയ്തിടലുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മള് ചോദ്യം ചോദിക്കണം എന്താ വെച്ചാല് അത് ഉത്തരം എല്ലാവർക്കും അറിയും കൂടി വേണം. സാധാരണ എല്ലാം ചോദിക്കണ പോലെ നിങ്ങൾ ഉത്തരം പറയുന്ന അറിയും, എന്നിട്ട് ഓൾക്ക് കമന്റ് ഓഫ് ആക്കി ഇടും. ഓൾക്ക് മാത്രം കമന്റ് കാണുന്ന രൂപത്തില്. അതുകൊണ്ടെന്താ കാര്യം, ഈ കമന്റ് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവുക ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളതിന്റെ അവസാനം എനിക്ക് ഉത്തരങ്ങൾ അറിയണ ചോദ്യം ചോദിക്കലുള്ളൂ. അതാകുമ്പോ ആരും ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ചോദ്യം ചോദിക്കുമ്പോ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടും വേണം. ഇനി ഓൽക്ക് അഥവാ വേറെ ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരം കൂടി വേണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിക്കണത്. ഇനി നമ്മള് നിങ്ങളോടായിട്ട് നമ്മള് ചോദിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കലുണ്ട്. എല്ലാ ചോദ്യം നമ്മൾ ഉത്തരം പറിച്ചില്ല. ആഴ്ചയിൽ ഒരു ചോദ്യമെങ്കിലും നമ്മളെ ഓഡിയൻസിനോടായിട്ട് ചോദിക്കലുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഇതിലും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ഓഡിയൻസിനോടായിട്ട് ചോദിക്കാം. അതിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തോളെ. പണ്ട് ഞാൻ മുത്തൂസിനോട് ചോദിച്ചാണ്, നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ടോ, പക്ഷെ ഒരുപാട് മുന്നാണ്. അതൊക്കെ ഓർമ്മ ഉണ്ടോ? നമ്മളെ നാട്ടിലത്തെ കുളത്തത്തെ ചോദ്യം, അതൊക്കെ ഓർമ്മ ഉണ്ടോ? അപ്പൊ ആ ചോദ്യം ചോദിക്ക. ഞാൻ ആ വീഡിയോ തപ്പിക്കൊണ്ട് പോകണ്ട, ഉത്തരം ഞാൻ കമന്റിൽ പിൻ ചെയ്യണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലൊരു കുളമുണ്ട്, വലിയൊരു കുളമാണ്. അപ്പൊ ആ കുളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താമര വിരിയണ നല്ലൊരു അതിമനോഹരമായ ഒരു കുളമാണ്. ആ കുളത്തില് കണ്ടമാനം താമര ഉണ്ടാവും. അപ്പൊ ഈ താമരമ്മ ഈ കിളികൾ വന്നിരിക്കും. നല്ല മറ്റേ കിളികളുണ്ടല്ലോ, കിളികൾ എന്ന് പറഞ്ഞാൽ അറിയില്ല, പക്ഷി, അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പൊ പക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് താമരന്റെ മേലെ ഇങ്ങനെ വന്നിരിക്കും. തേൻ കുടിച്ചാൽ ചെറിയ അടക്കുരുകളുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കുളത്തിന്റെ അവിടെ പോയിരുന്നപ്പോ അവിടെ അടുത്ത് തന്നെ വലിയൊരു വാഗമരം ഉണ്ട്. ആണെങ്കിൽ ആ ചുവന്ന പൂക്കളൊക്കെ ഉള്ള നല്ല അതിമനോഹരമായ ഒരു വാഗമരം ഉണ്ട് അതിന്റെ മുന്നിൽ തന്നെ. അപ്പൊ ഞാൻ ചെന്നൊക്കെ സമയത്ത് വാഗമെന്ന് ഒന്നിച്ച് കിളികളോട് വന്നിട്ട് ഈ താമരമ്മോട് വന്നിരുന്നു. താമരമ്മ കിളികളെല്ലാവരും വന്നിരുന്നേക്കിന് ഒരു കിളിക്കിരിക്കാൻ താമരല്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിളികൾ നോക്കിയേക്കിന് ഒരു കിളിക്കിരിക്കാൻ സ്ഥലമല്ലല്ലോ. ഓരെല്ലാവരും തിരിച്ച വാഗമ്മക്ക് തന്നെ പറഞ്ഞു. എന്നിട്ട് ഓല അവിടെ നിന്നിട്ട് എന്തൊക്കെ അങ്ങനെ പിച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറെ നേരം ഇരുന്നിട്ട് ഓല എന്താക്കി തിരിച്ചു വന്നിട്ട് ഓരോ താമരമേ ഈ 2 കിളികൾ വെച്ചിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിലോ ഒരു താമര ബാക്കിയാവും ചെയ്തു. അപ്പൊ എത്ര കിളികളാണ് ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ എത്ര താമരയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യം മനസ്സിലായില്ലേ? കുറെ കിളികൾ താമരം വന്നിരുന്നപ്പോ ഒരു കിളിക്കിരിക്കാൻ താമരല്ല. അങ്ങനെ ഒരു തിരിച്ചു പോയിട്ട് ഒരു താമരമ്മ 2 കിളികൾ വെച്ചിരുന്നു. അപ്പൊ ഒരു താമര ബാക്കിയാവും ചെയ്തോ. അപ്പൊ എത്ര കിളികളാണ്, അതേപോലെ തന്നെ എത്ര താമരയാണ് എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ കമന്റ് അടിച്ചോളൂ. ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് മുത്തൂസിന്റെ പെരേക്കാണ്. അപ്പോ എന്താ ഇത്രക്ക് തന്നെ ഉള്ളൂ. എന്താ പറയണ്ട മുത്തൂസേ എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ ഫുൾ വീഡിയോയില് എന്തെങ്കിലും ചോദ്യം ചോദിക്കണ്ട. നമുക്ക് ചോദ്യം ചോദിച്ചിട്ട് പരിചയമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഇമ്പ്രൂവ് ആയി വരും. അപ്പൊ ഇന്നത്തെ യാത്ര മുത്തൂസിന്റെ വരയ്ക്ക്. മുത്തൂസിന്റെ വരയിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ചോദ്യം ചോദിച്ചിരുന്നു. അവളെ പെരന്റെ എവിടെയെന്ന് പറയുമ്പോ വലിയ റബ്ബറും കാടാണ് ബാക്കില്. എന്ന് വെച്ചാല് ഒരാൾക്കൊന്നും രാത്രി കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അവിടെ രാത്രിയൊക്കെ പന്നികളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ പറയുമ്പോ നേരെ മുന്നില് വാഴത്തോട്ടം, അതേപോലെ കവുങ്ങിന്റെ ഒക്കെ തോട്ടാണ് ഫ്രണ്ടില്. അവിടെ പോയിട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഒരു പാളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നമ്മള് വലിച്ചണതൊക്കെ ഉണ്ടായി. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ നാടിത് കാണിച്ചിട്ടുണ്ട്. പാളൊക്കെ എടുത്ത് വലിച്ചണ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളിയുള്ള ഒരു സ്ഥലമാണ് അവിടെ, വണ്ടൂര്. ബാക്കിലുണ്ടോ പച്ചപ്പും മനോഹാരിതൊക്കെ. മാലാറമ്പിൽ നമ്മൾ എത്തിയുള്ള പെരിന്തൽമണ്ണ. നമ്മൾ പെരിന്തൽ വരുമ്പോ കാണുന്ന സ്ഥലങ്ങളാണ്. പിന്നെ മുത്തൂസ്
മുത്തൂസ ക്യാമറ പിടിച്ചിട്ട് അവൾക്ക് ഇതുവരെ പഠിച്ചില്ല. വർഷങ്ങളായി ഈ ക്യാമറയും തൂക്കി പിടിച്ച് നടക്കണം. എന്നാലാണെങ്കിൽ ക്യാമറ എങ്ങനെ പിടിക്കണ്ടെന്ന് അറിയില്ല. ഇല്ല മുത്തൂസ അങ്ങനെ പ്രശ്നമില്ല എനിക്ക്. ക്യാമറ പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോ ക്യാമറ ലേശം പൊക്കിയാൽ മതി. അതിന് വേണ്ടിട്ട് വടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കൊണ്ടാണ്. ക്യാമറ നീരിന്റെ സാധനമല്ല മുത്തൂസമ്മേ. ഞാൻ പറയണ തെറ്റ്. അല്ല നിങ്ങളൊക്കെ പറയണ്ട് ഓളെങ്ങനെ ഞാൻ അങ്ങനെ ഇതാക്കാണ്. എന്താ ഇങ്ങനൊക്കെ ചെയ്യേ? ഒരു ക്യാമറ ഇപ്പൊ വണ്ടിയിലായതുകൊണ്ട് തന്നെ വൈഡാങ്ങൾ കിട്ടാൻ വേണ്ടി കുറച്ച് ചിരിച്ചിട്ടാ വെച്ചിരിക്കണത്. അപ്പൊ പുറത്ത് കാണിച്ചെടുക്കാൻ വേണ്ടി പറയുമ്പോ നമ്മളെ ക്യാമറ ഒന്നുണ്ട് സ്റ്റഡി ആക്കിയിട്ടാണ് നമ്മളങ്ങോട്ട് തിരിക്കുക. ഇത് അതേപോലെ തിരിച്ച് എന്റെ കാലല്ലേ കാണുമ്പോ പുറത്ത് തന്നെ കണ്ട്. ആയിക്കോട്ടെ, ഇതിന്റെ അതിലേക്ക് ഓരോ തമാശകളൊക്കെയാണ് ഞങ്ങള് യാത്രയിൽ ഉണ്ടാവുക. കാര്യമായിട്ട് മുത്തൂസിന്റെ കുറെ ഇതേപോലത്തെ ഒരു വെറൈറ്റി ഒരു തമാശകളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നായിക്കോട്ടെ. അപ്പൊ നമ്മള് ഫുൾ വീഡിയോ ആരും ചെയ്യണില്ലല്ലോ എന്ന് ഒരുപാട് കമന്റ് വന്നതുകൊണ്ട് നമ്മൾ ചെയ്യാണ്. അപ്പൊ അടുത്ത നല്ല മനോഹരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും അതുവരെ അടിപൊളി ചോദ്യങ്ങളായിട്ട് വീണ്ടും. അപ്പൊ ബൈ.